ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും രഹസ്യമായിട്ട് തന്നെ വെക്കണം. അതെന്തൊക്കെയാണ് എന്നാണ് നിങ്ങളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള രഹസ്യങ്ങൾ. നിങ്ങൾ വിവാഹം ഉറപ്പിച്ചു വെച്ചവരായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവരായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. അതിപ്പോൾ അത്രയും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, ആരോടും പറയാതിരിക്കുക. നിങ്ങളുടെ പാർട്ട്ണറുമായുള്ള കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുക്കുക. അത് മറ്റുള്ളവരുടെ കാതുകൾക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ അതൊന്നിട്ട് കൊടുക്കാതിരിക്കുക. ഓക്കെ. 2, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമ്മളത് രഹസ്യങ്ങളായിട്ട് തന്നെ സൂക്ഷിക്കുക. ആരെങ്കിലും ഇത് നിങ്ങളോട് മറ്റാരോടെങ്കിലും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് വന്ന് പറയുന്ന വ്യക്തിയെയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. കാരണം ഇന്ന് അയാൾ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പോയി പറയില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 3, നിങ്ങളുടെ വരുമാനത്തെ പറ്റി മറ്റൊരാളോട് പറയാതിരിക്കുക. നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട്, നിങ്ങളൊരു മാസം എത്ര ചിലവഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. നിങ്ങൾ അത്രയും ചുരുങ്ങിയ ലെവലിൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ലക്ഷറി ലെവലിൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം. എന്ത് തന്നെ ആയാലും ആരോടും ഒന്നും പറയാതിരിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ നിങ്ങൾ ലക്ഷറിയായി ജീവിക്കുന്നത് കണ്ടിട്ട് അസൂയുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് ആരോടും ഒന്നും ഓപ്പണായിട്ട് പറയാതിരിക്കുക. 4, നിങ്ങളുടെ സ്വപ്നങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആളുകളും ഉണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ ഹസ്ബൻഡ് ചിലപ്പോൾ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കാം, നിങ്ങളുടെ അമ്മ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അമ്മയായിരിക്കാം. അങ്ങനെയുള്ള ചുരുക്കം ആളുകളോട് മാത്രം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. 5, മറ്റുള്ളവരെ കുറിച്ചുള്ള നിങ്ങളുടെ ഊഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ മറ്റൊരു വ്യക്തിയോട് പറയാതിരിക്കുക. 6, ഫാമിലി ഇഷ്യൂസ്. നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, അതൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക. അതായത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് പറയാം. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് പറയാം. ആരോട് എന്ത് പറയുമ്പോഴും 1-2 വട്ടം ഒന്ന് ചിന്തിക്കുക. ഇന്ന ആളോട് ഇന്നത് പറഞ്ഞാൽ അതിന് ഒരു പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് ഉറപ്പായതിനു ശേഷം മാത്രം ആളോട് പറയാം. 7, അസുഖങ്ങളാണ്. നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. രഹസ്യങ്ങളായിട്ട് തന്നെ വെക്കുക. നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ചുരുക്കം വ്യക്തികളോട് മാത്രം ഇത് പറയുക. അങ്ങനെയാകുമ്പോൾ അത് നിങ്ങൾക്കൊരു ആശ്വാസം കൂടിയായിരിക്കും. 8, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നിങ്ങൾ ആരോടും പറയാതിരിക്കുക. പഴയ കാലത്ത് നിങ്ങൾക്കുണ്ടായ തെറ്റുകൾ, നിങ്ങളുടെ അറിവില്ലായ്മ മൂലം നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ, ഇതൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക. ഇതെല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 8 കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും രഹസ്യമാക്കിയിട്ട് വെക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.